ദൈവത്തിന്റെ പൊന്നാമ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളുടെ മുൻപാകെ ഒരു സാക്ഷ്യമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ഒരിക്കൽ കൂടി ഒരു അവസരം തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നതല്ല, എന്റെ കർത്താവിനെ നിർത്തിയതാണ്, ഞാൻ നേടിയതല്ല, സകലവും എന്റെ കർത്താവ് തന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് കരുതി ആരും തന്നെ ഇല്ല. വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥാനത്ത് വന്ന് യേശുവിന്റെ സാക്ഷിയായി നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയത് കാരണം കർത്താവ് എന്നെ ഇന്ന് ജീവനോടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് കടന്നു വരുവാൻ ഒരു സാക്ഷിയായി നിൽപ്പാൻ കൊണ്ട് സഹായിച്ച സർവശക്തനായ ദൈവത്തെ സകല മഹത്വം അർപ്പിക്കുന്നു. അതിനവസരം ഒരുക്കി തന്ന ഈ സഭയിലെ ദൈവദാസനും എന്റെ കൂടെ കടന്നു വന്നതായ പ്രിയ സഹോദരിക്കും ഹല്ലേലൂയ ഉണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. ഞാനൊരു ക്രിസ്ത്യാനിയുടെ CSI പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഹല്ലേലൂയ ആമേൻ, എന്റെ വിവാഹം 17ാമത്തെ വയസ്സിൽ നടക്കുവാനിടയായി. 18 വയസ്സായപ്പോൾ ദൈവം ഒരു മകനെ എനിക്ക് ദാനമായി നൽകി. ആ കുഞ്ഞിനെ 8 മാസം വളർച്ചയായപ്പോൾ, 8 മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് എന്റെ മകനെ പ്രസവിക്കുവാൻ ഇടയായത്. ആ കുഞ്ഞിനെ പ്രസവിച്ച് 3 ദിവസമായപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ നീല നിറമാവുകയും കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരും അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ഓരോ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവ മനസ്സറിഞ്ഞ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുവാൻ ഇടയായി തീർന്നു, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറിയ ചലനമുണ്ടെന്ന് പറയുവാനും ഹല്ലേലൂയ നഷ്ടപ്പെട്ട ജീവൻ എന്റെ യേശു കർത്താവ് മടക്കി തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുവാനായിട്ട് ഒരു അത്ഭുത സാക്ഷ്യമായി ആ കുഞ്ഞിനെ ദൈവം ഇന്നും ജീവനോടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ മകന് 25 വയസ്സായപ്പോൾ അവന്റെ വിവാഹം നടക്കുവാനിടയായി. 7 വർഷം മക്കളില്ലാതിരുന്ന സമയത്ത് അനേക ദൈവദാസന്മാർ ദാസിമാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 7 വർഷമായപ്പോൾ ദൈവം ഒരു മകളെ ദാനമായി നൽകി. അന്ന എന്നാണ് ആ മകളുടെ പേര്. ആ കുഞ്ഞിന് ഹല്ലേലൂയ 7 വയസ്സ് പ്രായമായപ്പോൾ ഒരു മകനെ കൂടെ ദൈവം ദാനമായി നൽകി. ഇപ്പോൾ ആ കുഞ്ഞിന് 3 വയസ്സ് പ്രായമുണ്ട്. ശമൂവേൽ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ദൈവത്തിന്റെ കരുണയാൽ 39 വയസ്സുള്ള മകനായി ഇന്ന് കാണപ്പെടുന്നു. കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ GPM-ലെ ഒരു മരുമകളെ ദൈവം എനിക്ക് ദാനമായി തന്നതെന്നാൽ ഇന്ന് അവർ ഞങ്ങളുടെ ചർച്ചിലെ ആരാധനയ്ക്കായി കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബമായി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാനുള്ള മകൻ ഭാഗ്യം എന്റെ മകന് ദൈവം ദാനമായി നൽകി. ഹല്ലേലൂയ. എന്റെ മകന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് ഹല്ലേലൂയ ഞാൻ വീണ്ടും ഗർഭിണിയാവുകയും ഗർഭിണിയായ സമയം മുതൽ ഹല്ലേലൂയ ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. യൂട്രസ് കട്ടി കുറവായത് കാരണം ഏത് സമയത്തും പ്രസവിക്കാം എന്നുള്ള കാരണത്താല് 7 മാസം വരെ വീട്ടിൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 7 മാസമായപ്പോൾ തിരുവനന്തപുരത്ത് തക്കാട് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ 3 മാസം വരെയും ഒരേ കണക്ക് കട്ടിൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു. കട്ടിന്റെ ഒരു ഭാഗം ഉയർത്തി വെച്ച് കിടത്തിയിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും ഈ കുഞ്ഞിനെ കിട്ടുകയില്ല എന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളത് CSI പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഹല്ലേലൂയ ഒരു പെന്തക്കോസ്തല പാസ്റ്റർ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ ഹല്ലേലൂയ. ഒരു മോശക്കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടവരാണ് എന്ന് ദൈവം കണ്ടിരുന്നത് കൊണ്ട് അതുപോലെ തന്നെ പിശാചിനും അറിയാം ഇവർ ജീവനോടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഇവനെ ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് ആ ജനനത്തിൽ തന്നെ കൊന്നുകളയുവാൻ ആ പ്രായത്തിലുള്ള 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്തും ആരാണോ കൊല്ലുവാനായി കൽപ്പന പുറപ്പെടുവിച്ചു ആ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് വളർത്തുവാൻ തക്കാണ് ദൈവം ശക്തനായിരുന്നു. ഹല്ലേലൂയ. നാം ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള തലമുറകൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി പല വിധത്തിലും ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ പിശാച് പോരാടും. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നാം ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ ഉദരത്തിൽ വിവാഹത്തിന് മുൻപേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നറിയ ചെയ്ത യേശു കർത്താവ് കുഞ്ഞുങ്ങളെയും നമ്മെയും ദൈവമക്കളെ എല്ലാം വലങ്കര പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പിശാചിനും തൊടുവാൻ അനുവാദമില്ല. യേശുവിന്റെ രക്തത്താലും വചനത്താലും കുഞ്ഞുങ്ങളെയും നമ്മെയും ദൈവമക്കളെ എല്ലാം മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം പഠിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിലുള്ള
സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. നാം അത്യുന്നതന്റെ നിഴലിന്റെ കീഴിലായിരിക്കുന്നു, അഭയം പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ നമ്മെ സംരക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അശ്ശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ ഒറ്റ ദൂതൻ വെട്ടി വീഴ്ത്തുവാൻ ഇടയായിത്തീർന്നു. രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കളുടെയും മുന്നിലും പിന്നിലുമായി 2 ദൂതന്മാരെ സേവക ആത്മാക്കളായി നമ്മുടെ കൂടെ ആക്കിയിട്ടുണ്ട്. നാം എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ഭയം കടന്നു വരുന്നത് ആർക്കാണ്? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചാക്കി എല്ലാ ദിവസവും വൈകിട്ട് ദൈവം കടന്നു വരുമ്പോൾ ആ മനുഷ്യർ സന്തോഷത്തോടെ ആദാമും ഹവ്വയും ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ് അവർക്കൊരു ഭയം വന്നത്. ഹല്ലേലൂയ. അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. രക്ഷിക്കപ്പെടുന്ന ഓരോ മക്കൾക്കും ഒരു ഹല്ലേലൂയ രക്ഷയുടെ വസ്ത്രം, ഒരു നീതിയുടെ വസ്ത്രം ദൈവം ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ ഒരു രക്ഷാ വസ്ത്രം നമ്മെ അണിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദിനംതോറും യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോയാൽ ഈ രക്ഷാ കവചം ഹല്ലേലൂയ തകർത്ത് ഒരു പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദാമും ഹവ്വയും ഒരുമിച്ച് നടന്ന് ഹല്ലേലൂയ ദൈവം അവർക്ക് ഏൽപ്പിച്ചതായ ചുമതല തോട്ടം കാക്കുവാനും വേല ചെയ്യുവാനുമാണ്. എന്ത് കാക്കാനാണ്? ഹല്ലേലൂയ. ആമേൻ. ഏദൻ തോട്ടത്തിനകത്ത് ദൈവത്തിന്റെ മക്കളെ തകർക്കുവാനായി ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് പിശാച് പുറത്ത് നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവസരം കൊടുക്കുവാനായിട്ട് ഹവ്വ അമ്മച്ചി എടുത്ത് കാര്യം പറഞ്ഞ് ഹല്ലേലൂയ വശപ്പെടുത്തി തോട്ടത്തിനകത്ത് കയറിയപ്പോഴാണ് ഹല്ലേലൂയ വാസ്തവമായി പഴം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരു സൂത്രത്തിലൊരു ചോദ്യം ചോദിച്ച് ഹവ്വ അമ്മച്ചിയെ വശപ്പെടുത്തിയിട്ട് ആ പഴം തിന്നുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നു, അവരുടെ ആത്മീയ കണ്ണു തുറക്കുകയും അവർ നഗ്നരെന്നറിഞ്ഞ് ഹല്ലേലൂയ അവർ ഭയപ്പെട്ട് ദൈവശബ്ദം കേട്ടപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. അമേ. വൈകുന്നേരം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം വന്നിട്ട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ നഗ്നരാക കൊണ്ട് ഭയപ്പെട്ട് ഞങ്ങൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്തു ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭയം വന്നത്. നാം ദൈവത്തെ ആരാധിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു ഭയവും ഇല്ല. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല. കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം താന്താങ്ങൾക്കുള്ളവർ അല്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദേഹത്തേക്ക് ആത്മാവിലെല്ലാം യേശുവിന്റെ രക്തത്താലും വചനത്താലും ദിനംതോറും ശുദ്ധീകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു ഭയത്തിന്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ പിശാചിന് കയറുവാൻ നമ്മുടെ ശരീരം വാടകയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പിശാചിക്കുകയാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതിലൂടെ നാം ഒന്ന് ചിന്തിച്ചാൽ മതി പിശാച് കയറി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്നലെ ഒരു ദേവദാസൻ അനുഭവസാക്ഷി കേൾക്കുവാനിടയായിത്തീരുന്നത് ഹല്ലേലൂയ ആമേൻ രോഗശാന്തി, ഭൂതശാന്തി വരമുള്ള അനേക ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു ദൈവദാസൻ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഹല്ലേലൂയ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ വെച്ച് തൊട്ടടുത്തിരുന്ന ഹല്ലേലൂയ ഒരു യുവതിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ സ്ത്രീയെ കണ്ട് ചെറുതായിട്ടൊരു മോഹം തോന്നി. വെള്ളം കൊടുത്തപ്പോൾ ആ സ്ത്രീയുടെ കയ്യിലൊന്ന് തൊട്ടതേ ഉള്ളൂ. അതിലൂടെ പിശാച് കയറി എന്ന് അറിയുവാനും അവരുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ട് അമേ പിന്നത്തെ പിശാചിനെ തുള്ളിയപ്പോൾ പറയുന്നത് ഇത് എങ്ങനെ ഈ ദേവദാസന്റെ കയറിയെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീയെ മോഹിച്ചിട്ട് അവളുടെ വിരലുകളിൽ ഒന്ന് തൊട്ടപ്പോൾ അതിലൂടെ എനിക്ക് കയറി വരുവാനുള്ള വാതിൽ തുറന്നു കിട്ടിയെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് എങ്കിൽ നാം നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക് ഇതിലൂടെ ഹല്ലേലൂയ ദിനംതോറും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പോയില്ല എങ്കിൽ ഏത് നിമിഷത്തും പിശാച് കയറാം. എന്തുകൊണ്ടെന്നാൽ നിത്യജീവൻ ഒരുങ്ങുന്ന ദൈവ പൈതലിനെ നിത്യജീവന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ് പിശാചിന്. എന്തുകൊണ്ടാണ് പിശാചിന് മനുഷ്യർക്ക് ഇത്രയും വൈരാഗ്യം? പിശാച് പറയുന്നത് എനിക്ക് കിട്ടാത്ത സ്വർഗരാജ്യം ഞാൻ മനുഷ്യർക്ക് കൊടുക്കയില്ല എന്ന് പറഞ്ഞാണ് ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപങ്ങളിട്ട് മനുഷ്യനെ മോഹിപ്പിച്ച് പലതിലേക്കും ആ യേശുവിൽ നിന്നുള്ള നോട്ടം മാറ്റി ലോകത്തിന്റെ മോഹത്തിലേക്ക് നമ്മളെ ഒന്ന് തിരിക്കുമ്പോൾ പിശാചിന് കയറാനുള്ള ഓരോ വാതിലുകളാണ് നാം തുറന്നു കൊടുക്കുന്നത്. അപ്പൊ നാം പോലും അറിയാതെ ഒരു ഭയം നമ്മിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടന്നപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ കൂടെ വെള്ളത്തിന് മീതെ നടക്കട്ടോ എന്ന്. യേശു കർത്താവ് അനുവാദം കൊടുക്കുന്നു. യേശുവിന്റെ മുഖത്ത് നോക്കി നടന്നപ്പോൾ പത്രോസ് വെള്ളത്തിൽ താണില്ല. എന്നാൽ വെള്ളത്തിലേക്ക് അവന്റെ നോട്ടം മാറിയപ്പോൾ അവൻ വെള്ളത്തിലേക്ക് താഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നാമും ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് യാതൊന്നിനും ഒരു മുട്ടും, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയും പോലെ, യഹോവ എന്റെ ഇടയനായിരിക്കുന്നെങ്കിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ആമേൻ. അതേസമയം ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ നോട്ടം മാറി ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ആകർഷിക്കപ്പെടുമ്പോൾ പിശാചിന് കയറുവാൻ ഇടം കൊടുത്തു. പിന്നെ രോഗം, ദുഃഖം, കഷ്ടം, നിരാശ, കുടുംബ സമാധാനം, ഇതൊക്കെ ഇപ്പൊ ചോദിക്കും, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. ഏത് തന്നെ വന്നാലും കാറ്റിനെ കടലിനെ ശാസിച്ച കർത്താവ് നമ്മുടെ കൂടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അത് നീങ്ങിപ്പോകാനിടയായി തീരുന്നു. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഹല്ലേലൂയ, യാക്കോബിന്റെ ലേഖനത്തിൽ നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നാം ഒന്ന് ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഏതിനെങ്കിലും മറുപടി കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ കുറവ് തന്നെയാണ്. അല്ല എങ്കിൽ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. നാം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവത്തിന്റെ സമയത്ത് ആ കാര്യം ചെയ്തു തരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്രകാരം എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഗർഭിണിയായ സമയത്ത് ഒരു ദൈവദാസൻ 3 മാസം കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. പലപ്പോഴും ഇപ്പൊ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ലേബർ റൂമിൽ പോയ അനേക സമയങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ 9 മാസം 9 ദിവസവും തികയുന്നത് വരെ എന്റെ കർത്താവ് ആ കുഞ്ഞിനെ കാത്തു. ആ കുഞ്ഞിനെ ഹല്ലേലൂയ പ്രസവിച്ചപ്പോൾ ഹല്ലേലൂയ കുഞ്ഞിന്റെ ശരീരം മുഴുക്ക കറുത്ത കളറിലായിരുന്നു. അനേക ഗുളികകളൊക്കെ കഴിച്ച് ഹല്ലേലൂയ ആമേൻ. എങ്കിലും ആ കുഞ്ഞിന്റെ ജീവൻ ഒരു നഷ്ടവും വരാതെ ദൈവം ജീവനോടെ തന്നു. ഹല്ലേലൂയ. ആ മകളെ 21 വയസ്സായപ്പോൾ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് 2 മക്കളുടെ അമ്മയായി. മൂത്ത ഹല്ലേലൂയ മകളുടെ മൂത്ത മകൻ ഇനി 9ാം ക്ലാസ്സിലും ഇളയ കുഞ്ഞിന് 2ാം ക്ലാസ്സിലും 2 ആൺമക്കളെ ദൈവം ദാനമായി നൽകി. ഇപ്പോൾ 35 വയസ്സുള്ള മകളായി ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ കൊന്നുകൊണ്ടുപോകാൻ പിശാച് പലപ്പോഴും ശ്രമിച്ചതാണ്. എന്നാൽ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി തലമുറകളെ കണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ സമയത്ത് അതിനായി കർത്താവ് ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ജന്മനാ ഹൃദയത്തിന്റെ വാതിൽ ചുരുങ്ങിയിരുന്നു. 46 വയസ്സ് വരെ സ്ഥിരം ഗുളിക കഴിച്ച വ്യക്തിയാണ്. എന്നാൽ എന്റെ ഹല്ലേലൂയ മറ്റൊരു ഓപ്പറേഷന് വേണ്ടി 46 വയസ്സായപ്പോൾ ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ ഹാർട്ട് പരിശോധിച്ചപ്പോൾ ഹാർട്ട് സംബന്ധമായി ഒരു കുഴപ്പമില്ല, ഇനി ഒരു ഗുളികയും കഴിക്കണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം യേശു എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയ അനേക ജനം ഹല്ലേലൂയ 8-10 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് സുഖമായില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുണയാൽ ഏകദേശം ഒരു 10-12 യൂട്യൂബ് ചാനലുകളിലൂടെ എന്റെ അനുഭവ സാക്ഷ്യം പറയുവാനിടയാക്കി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലരും ഈ സാക്ഷ്യം കേട്ടിട്ട് എന്നെ വിളിച്ച് അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. ആമേൻ. 1 രൂപ മുടക്കാതെ എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയതാണ്. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷം ഏകദേശം 15 ദിവസത്തോളം മാനസിക രോഗിയായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കെട്ടിയിടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാനം കാരണം സമാധാനം നഷ്ടപ്പെട്ടതാണ്, ഇനി സ്വബോധം തിരിച്ചു കിട്ടുകയില്ല എന്ന് വിധി എഴുതിയപ്പോൾ ഹല്ലേലൂയ എനിക്ക് ഡിവോഴ്സിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവദാസന് ദൈവമക്കളുടെ കണ്ണുനീരിന്റെ ഫലമായിട്ട് 15ാമത്തെ ദിവസം കർത്താവ് എനിക്ക് സ്വബോധം തന്നു. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞത് ഇനി സ്വബോധം കാണുകയില്ല, ഓർമ്മശക്തി കാണുകയില്ല എന്ന്. ദൈവത്തിന്റെ കരുണയാൽ അതിനുശേഷം എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനും എന്റെ ഹസ്ബൻഡ് കാട്ടാക്കട പ്രിന്റിംഗ് പ്രസ് നടത്തുന്നു, അതോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പ്രസംഗത്തിന്റെ സാക്ഷ്യത്തിനായി കടന്നു വന്നത് എന്റെ ഹസ്ബൻഡാണ്, പാസ്റ്റർ തങ്കരാജ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ പ്രസ്സിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ കടന്നു വരുന്ന കുട്ടികളെ ഹല്ലേലൂയ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യം. അതുകൊണ്ട് ഏത് രോഗമായാലും ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്റെ ഏത് വിഷയത്തിന് പരിഹാരം തരുവാൻ എന്റെ യേശു കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുണയാൽ തുടർന്ന് എനിക്ക് 2 വീലർ ഓടിക്കുന്നതിന് ലൈസൻസ് എടുക്കുന്നതിന് കർത്താവ് സഹായിച്ചു. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഞാൻ വെറും 10ാം ക്ലാസ് പാസ് മാത്രമാണ്.
എന്നാൽ ദൈവം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. അത് മാത്രമല്ല, എന്റെ മകന്റെ മകൻ അൽബിൻ എന്ന് പറഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ നെറ്റ് കണക്ഷനുള്ള ഫോൺ കിട്ടിയത്. ഈ ഫോണില് അതിലിയ യൂട്യൂബ് ചാനൽ തുടങ്ങി തരുവാൻ ഇമ്മാനുവൽ TV ടെസ്റ്റിമണി ഇപ്പോഴും 4 ചാനല് ദൈവത്തിന്റെ കരുണയാൽ എനിക്കുണ്ട്. മൊത്തത്തില് 9 ചാനൽ തുടങ്ങി തരുവാൻ ദൈവം സഹായിച്ചു. വെറും 14,000 രൂപയുടെ ഫോണിനകത്താണ് ഇതെല്ലാം. 4 ചാനല് അതില് വേറെ വീഡിയോ ഇട്ടതോ എന്ത് കാരണമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ പറ്റാതെ 4 ചാനൽ ബ്ലോക്കായി. എന്നാൽ 5 ചാനൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവനാമ മഹത്വത്തിനായി. അതിലിയ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം തുടങ്ങിയിട്ടുള്ള 4ാം ക്ലാസ്സുകാരനാണ് വീഡിയോ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഏകദേശം 5000-ത്തിലധികം വീഡിയോ ഈ ഫോണിലൂടെ സെറ്റ് ചെയ്തെന്ന് ദൈവം സഹായിച്ചു. അതെ, ഇതെല്ലാം വെറും 10ാം ക്ലാസ് പാസ്സായി എന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത്. ഒരു കഴുതയിലൂടെ സംസാരിപ്പിക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ശക്തമായി നാടുകളിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്റെ വാക്കനുസരിക്കുന്നില്ല. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുത്രത്തെ അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. അമ്മേ, നാം ചിന്തിച്ചു നോക്കിയാൽ ഒരു കോഴി 3 വട്ടം കൂവിയപ്പോൾ പത്രോസിന് മാനസാന്തരം വന്നു. ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കുന്നു, തിരിഞ്ഞു വരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ടു. ക്രിസ്തുവിനോട് ചേർന്നു, സഭയോട് ചേർന്നു അവർ സ്നാനമേറ്റു. ഹല്ലേലൂയ. അമ്മേ, അമ്മേ, അനുസരണം കേട്ട യോനയെ വിഴുന്നുവാനായിട്ട് ഒരു തിമിംഗലത്തോട് കർത്താവ് കൽപ്പിച്ചപ്പോൾ അവനെ ഹല്ലേലൂയ കപ്പലിൽ എടുത്തിട്ടപ്പോൾ തന്നെ വാ തുറന്ന് അവിടെ നിൽക്കുകയാണ്. ഞാൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ മത്സ്യത്തിന്റെ വാ തുറന്നു വെച്ച് നീങ്ങിയിരുന്നുവെങ്കിൽ ഈ യോന വെള്ളത്തിൽ പോയി ചാവുകയായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് വീഴുന്നതിന്റെ അവിടെ ചെന്ന് വാ തുറന്ന് നിൽക്കണമെങ്കിൽ ആ ദൈവത്തെ അനുസരിക്കുന്നതായതുകൊണ്ടല്ലേ. ഹല്ലേലൂയ. അമ്മേ, അമ്മേ, നോഹയുടെ പെട്ടകത്തിനകത്തുനിന്ന് കാക്കയെയും പ്രാവിനെയൊക്കെ തുറന്നു വിട്ട് ഹല്ലേലൂയ അത് പച്ച ഇല കൊത്തിക്കൊണ്ട് തിരിച്ചു പെട്ടകത്തിനകത്ത് എന്ത് അനുസരണയുണ്ട്. എന്നാൽ മനുഷ്യർക്ക് മാത്രമേ ദൈവത്തെ അനുസരിക്കുവാനായി കഴിയുന്നില്ല. അനുസരണം കേട്ട വിലയാമെന്ന പ്രവാചകനെ മര്യാദ പഠിപ്പിക്കുവാൻ അവന്റെ കണ്ണ് തുറക്കുവാനും ഒരു കഴുതയിലൂടെ കർത്താവിനെ സംസാരിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യൻ തന്നെ ദൈവത്തിന് വേണമെന്നില്ല. ഹല്ലേലൂയ. നാം ഒരു കഴുതയെ പോലെ യേശു കർത്താവിന് വാഹനമേറുവാനായി ഒരു കഴുത നിന്നുകൊടുത്തപ്പോൾ അതുവരെ മാന്യതയില്ലായിരുന്ന കഴുതയെ ഹല്ലേലൂയ അമ്മേ ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഊരിയിടുന്നു, കഴുത പോകുന്ന വഴി മരച്ചിട്ടകൾ വെട്ടിയിടുന്നു. ഹല്ലേലൂയ. ഒരു മാന്യതയുള്ള കഴുതയായിരുന്നു. അതുപോലെ നമ്മെ യേശു കർത്താവിനെ സമർപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടാത്ത മാന്യതകളെല്ലാം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ താമസിച്ചാലും സ്വർഗീയ ഗവൺമെന്റ് ഒരിക്കലും താമസിക്കുകയില്ല. ഏതൻ തോട്ടത്തിൽ മനുഷ്യർക്ക് ആവശ്യമായ സകലം സൃഷ്ടിച്ചിട്ടാണ് ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വേണ്ടി സകലവും കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നാം മുന്നോട്ട് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ പൊന്നാ മഹത്വപ്പെടുമാറാകട്ടെ. അതൊക്കെയും കഴിഞ്ഞ് ഏകദേശം ഇന്നേക്ക് ഒരു 10 വർഷം മുന്നേ എന്റെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഒരു പരീക്ഷാ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ ഇടയായിരുന്നു. എന്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തി സംസാരിക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ട് എന്ന് എനിക്ക് എന്റെ ഒരു തോന്നല്. അങ്ങനെ കാരക്കുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ പറയാണ്, വയസ്സായ അമ്മച്ചിമാര് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാതെ ഒരു സംശയം കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ പ്ലീസ് ഡോക്ടർ, ചികിത്സാ കാർഡ് ഉള്ളതുകൊണ്ട് വേറൊന്നും പേടിക്കണ്ട സാർ, ഒന്ന് നോക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാര്യം പിടിച്ചിട്ടാണ് അവർ പരിശോധന നടത്തിയത്. ആദ്യത്തെ പരിശോധനയിലൊന്നും അത് തെളിഞ്ഞില്ല. എന്നാൽ സ്കാനിങ്ങിലൂടെ നോക്കിയപ്പോൾ ഒരു നെൽമണിയുടെ വലിപ്പത്തിൽ എന്റെ ഇടതുവശത്തെ ബ്രസ്റ്റിൽ ചെറിയൊരു സംഭവം കാണുന്നതെന്ന് പറയുവാനും ആദ്യത്തെ ഓപ്പറേഷൻ ടെസ്റ്റിംഗിന് വേണ്ടി കാരക്കുളം മെഡിക്കൽ കോളേജിൽ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതെടുത്ത് പരിശോധിച്ചപ്പോൾ ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിഞ്ഞ് ഹല്ലേലൂയ തുടർന്ന് വീണ്ടും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ RCC കടന്നു പോവുകയും ഇവിടെ പരിശോധിച്ച അതേ സംഭവങ്ങൾ വീണ്ടും അവർ പരിശോധിച്ചപ്പോഴും ക്യാൻസർ ആണെന്ന് അറിയുകയും ഇടതുവശത്തെ ബ്രസ്റ്റ് പൂർണ്ണമായി മാറ്റുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്നേക്ക് 10 വർഷം കൂടെ ദൈവം ജീവൻ നീട്ടി തന്നു. ഹല്ലേലൂയ. എന്റെ 46 വയസ്സായപ്പോഴാണ് ഹല്ലേലൂയ എനിക്ക് ബ്രസ്റ്റ് എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. വീണ്ടും 10 വർഷം കൂടെ ജീവിക്കുവാൻ അതെ. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ മുതൽ 3 ദിവസം യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുവാനിടയായി. എന്റെ ജീവിതത്തിൽ ആദ്യ അനുഭവമായിരുന്നു. എന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ മോൻ, എന്റെ കൊച്ചുമോനെ കൊണ്ട് അത് പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അവിടെ കടന്നൊരു ദൈവദാസം പറഞ്ഞു, ഒരു പാസ്റ്ററുടെ മകള് 12-14 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ ആയിട്ട്, ക്യാൻസർ എന്ന് പറഞ്ഞ് 1 വർഷം മാത്രം ജീവിച്ചുള്ളൂ. ഹല്ലേലൂയ. എന്നാ കുഞ്ഞ് വിശ്രമിക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലത്തെ യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്ത കുഞ്ഞാണ്. പിറ്റേ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുക്കുവാനില്ല. അതേ, ആ കുഞ്ഞ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവൾക്ക് ദൈവം കൊടുത്ത വേല ഈ ഭൂമിയിലത്തെ വെച്ചിട്ട് അവൾ നേരത്തെ അപ്പന്റെ അടുത്ത മടങ്ങിപ്പോയി. നമ്മളൊക്കെ വേല ചെയ്ത് പൂർത്തീകരിക്കാത്തോണ്ട് നമ്മളെ ഭൂമിയിൽ വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മിലൂടെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സാക്ഷ്യം കേട്ട് ആരെല്ലാം മനസ്സാന്തരപ്പെടുവാനുണ്ട് അവരുടെ എല്ലാം യേശു മാത്രം രക്ഷകനെന്ന് പറയുക എന്നുള്ള ചുമതലയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നാം ജോലി ചെയ്യുമ്പോഴും ബസ് യാത്ര ചെയ്യുമ്പോഴും തൊഴിലുറപ്പിന് പോയാലും ഏത് സ്ഥാനത്തായാലും നമ്മുടെ അരികിൽ ഭാരത്തോടെ നിരാശയോടെ കടന്നു വരുന്ന വ്യക്തിയോട് നമുക്ക് ധൈര്യമായി പറയാം, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എനിക്ക് സമാധാനം തന്നു, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റി, എന്റെ ക്യാൻസർ സൗഖ്യമാക്കി, എന്റെ മാനസിക രോഗത്തിൽ നിന്ന് വിടുവിച്ചു. അതെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ 100 അനുഭവങ്ങൾ എല്ലാ വ്യക്തികൾക്കും പറയാറുണ്ട്. ഇതൊന്നും മറച്ചു വെക്കാതെ പറയണം. അതാണ് യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഭൂലോകത്തിലൊക്കെ യേശുവിന്റെ സാക്ഷികളാണ്. നമുക്ക് ചെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ വീഡിയോയിലൂടെ ഹല്ലേലൂയ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ആൾക്കാർക്ക് കാണാൻ കഴിയും. നമ്മുടെ അരികിൽ വരുന്നവർക്ക് പറയുക, അതെ, ഏത് അവസ്ഥയിലും എവിടെ ഒരു വാക്കെങ്കിലും പറയുവാൻ അവസരം കിട്ടിയാലും പറയുവാൻ മടിക്കരുത്. നാം മനുഷ്യരുടെ മുന്നിൽ യേശുവിനെ സാക്ഷിക്കുവാൻ മടിച്ച ഹല്ലേലൂയ സ്വർഗരാജ്യത്തെ ദൂതന്മാരുടെ മധ്യത്തിൽ നമ്മെ കുറിച്ച് പറയുവാൻ യേശു കർത്താവ് മടിക്കും. ഇപ്പൊ വർഷത്തിൽ ഒരിക്കൽ ഞാൻ RCC ചെക്കപ്പിന് പോകുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ വീതാലന്യം പോണ ഒരു സന്തോഷമാണ്. കർത്താവെ പോകുമ്പോ ഒരു വ്യക്തി എടുത്തെങ്കിലും യേശുവിനെ കുറിച്ച് പറയാം, യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയാൻ ഒരു അവസരം കിട്ടുന്നതെന്ന്. RCC പോയിട്ടുള്ളവർക്കറിയാം, വെറുതെ എല്ലും തോലുമായി ഒരു പ്രത്യാശയും ഇല്ലാതെ എല്ലാ മനുഷ്യരും കുനിഞ്ഞ് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുക. ആ സമയം മരണം വരുമെന്ന്. എന്നാൽ അവരുടെ ഇടയിലൂടെ ഒറ്റയ്ക്കാണ് ചെക്കപ്പിന് പോകുന്നത്. ദൈവം തന്നൊരു കരുണാകൃപ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കണം കൂട്ടിരിപ്പുകാരും ഒക്കെ ചോദിക്കും, പേഷ്യന്റ് ഞാൻ തന്നെ എന്ന് പറയുമ്പോ അവർക്കൊന്നും വിശ്വസിക്കാനേ കഴിയില്ല. അവേ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സന്തോഷം, അവേ കർത്താവ് തരുന്ന ആ സമാധാനം, നാം ജീവിച്ചാലും യേശുവിനായി, മരിച്ചാലും യേശുവിനായി, അതിനായി നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഏത് സമയത്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരമായാലും നമ്മുടെ മൂക്കിലുള്ള ശ്വാസം തിരിച്ച് അലലയ പുറത്തിറങ്ങിയത് കയറിയില്ലെങ്കിൽ അപ്പൊ തീർന്നു. തൊടിയിടയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം അവിടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ മാനസാന്തരത്തിന് അവസരമില്ല. അതുകൊണ്ട് അവരവർ ജീവിച്ചിരിക്കുമ്പോൾ യേശുവേ എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ കുറവെ ക്ഷമിക്കണമേ. ദിനത്തോറും പണ്ട് പറഞ്ഞു അത് കഴിഞ്ഞു. അതിനുശേഷം എന്തെല്ലാം പറഞ്ഞാണ്. സ്വന്തം സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്മൾ ആരെങ്കിലും ക്ഷമിക്കാനൊന്നും ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇപ്പൊ മനഃപൂർവ്വമായി ക്ഷമിക്കാൻ പറ്റാത്തതാണെങ്കിലും ക്ഷമിച്ചില്ല എങ്കിലും ഇത് പല വ്യക്തികളെയും ഈ ക്യാമ്പിൽ പോയപ്പോഴും എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. അമ്മേ, അനേക യുവനക്കാർ, കുഞ്ഞുകുട്ടികൾ, ഏകദേശം 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഹല്ലേലൂയ, അതിനെ കണ്ടാൽ തന്നെ അറിയുന്ന ഭദ്രകാളിയുടെ രൂപം, കുട്ടിയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലെ കൂടെയൊക്കെ ഇട്ട് അത് ചിരിക്കാനേ കഴിയുന്നില്ല. നിരാശ മാത്രം ഉണ്ടായിരുന്നു മുഖത്തിൽ. ആത്മഹത്യ പ്രേരണ ഉളവാകുന്ന പൈശാചിക ശക്തി. ഞാനതിന് അപ്പൊ അത് അവിടെ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഓരോ സെക്ഷനിലും ആൾക്കാർ പാസ്റ്റർമാരും എല്ലാവരും വരും. ഒരു സെക്ഷനില് മദ്യമയക്കുമരുന്ന് ലഹരികളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു പോലീസ് ഓഫീസറാണ് വന്നത്. ആ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് കുട്ടികളെ ഫ്രണ്ടിലോട്ട് വിളിക്കും. ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് അത് കല്ല് പോലെ ഇരിക്കുന്നതല്ലാതെ എണീക്കയില്ല, മറുപടി പറയേയില്ല. വീട്ടിലും അനുസരണയില്ലാതെ പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെട്ട അഹങ്കാരം, കോപ പിശാചിനാൽ ഇരിക്കുന്ന വ്യക്തി. ഇതൊക്കെ കുറെ സമയം ആ പോലീസ് ഓഫീസർ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല. എന്റെ ഇഷ്ടം പോലെ ചെയ്യാന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിട്ട് ഇപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ എന്തായാലും ഈ ക്യാമ്പിൽ കൊണ്ടുവന്നു. ആ കുഞ്ഞ് നരകത്തിൽ കിടന്നുകൊണ്ട് ഇനി ചോദിക്കും, നിങ്ങളൊക്കെ ക്യാമ്പിൽ വന്നിട്ട് എന്നിലുള്ള പൈശാചിക ശക്തിയെ പുറത്താക്കി യേശു എന്റെ ഹൃദയത്തിൽ വന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ നിത്യതയിൽ കാണും. നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാനും അതിന് മറുപടി പറയേണ്ടി വരും. ഞാൻ പ്രാർത്ഥിക്കർത്താവേ ഒരവസരം എനിക്ക് തരണം, അപ്പാ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരവസരം തരണമേ എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാ. ഓരോ സെക്ഷനിൽ വരുന്ന ദേവദാസന്മാര് പ്രാർത്ഥന ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട്
പിറകിലിരിക്കുന്ന ടീച്ചേഴ്സ്, അമ്മച്ചിമാര്, പാസ്റ്റർമാര് വൈഫിനെയൊക്കെ കൂടെ വിളിച്ചിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ അമ്മമാരെയും പാസ്റ്റർമാരെയൊക്കെ ആൺകുട്ടികൾക്ക് പ്രാർത്ഥിക്കാനും ഇത്. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഓടിപ്പോകും. ദൈവമേ ഒരു അവസരം കിട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണല്ലോ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകൾ ഈ കുഞ്ഞുങ്ങളിലേക്കും പകരപ്പെടണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹം. ദൈവത്തിന്റെ കന്യാൻ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വെക്കും. ഈ പെൺകൊച്ചിന്റെ അടുത്തൊരു സീറ്റ് ഒഴിഞ്ഞിടക്കുകയും അവളുടെ അടുക്ക വന്നിട്ട് ദേവദാസന്മാര് പറയാം, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള ദുരാത്മാക്കൾ പുറത്തു പോകാൻ നിങ്ങളെ ശാസിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ എനിക്ക് ഒരു ധൈര്യത്തോടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വന്നു കഴിഞ്ഞാല് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയുമ്പോൾ അതെല്ലാം വിട്ടുപോകുന്നു. ഹല്ലേലൂയ. കല്ല് പോലെ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും ഏകദേശം 99% കുഞ്ഞുങ്ങളും ഈ ദേവദാസന്മാരുടെ ഈ വചനങ്ങൾ കേൾക്കുക, അവരുടെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ പട്ടിണിയിലൂടെ അവർ പ്രാർത്ഥിക്കണം, യേശുവേ ഞങ്ങളുടെ പാപം ക്ഷമിക്കണേ. എന്നാൽ ഈ പെൺകൊച്ചിന് കരയാൻ കഴിയുന്നില്ല, ഒരു ദേഷ്യം കൊണ്ട് മാത്രം. പക്ഷെ അവരുടെ നെഞ്ചിലും ഈ പുറകുവശത്തും കൈവച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം എന്നിലൊരു ദൈവശക്തി വ്യാപരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. സംസാരിക്കുമ്പോഴൊക്കെ അത് ആ കുഞ്ഞിലുള്ള പൈശാചി ശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയുമ്പോൾ അത് വിട്ടുപോകുന്നത് എനിക്കത് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. പിന്നെ ഈ പുറഭാഗം ഇവിടെ 2 സൈഡിൽ എനിക്ക് ശക്തമായ വേദന. എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞിനെ രോഗിയാക്കിയിട്ട് ആത്മഹത്യ പ്രേരണ ഉളവാക്കി എവിടെ നിത്യ നരകത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പിശാച് ഈ കൊച്ചിന്റെ മേലുള്ളതാണെന്ന്. ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്ന പറഞ്ഞ ശ്വാസ പ്രാർത്ഥിച്ച് ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് കിടക്കാനായിട്ട് പോയപ്പോ വലിയ ഹാളിലാണ് എല്ലാവർക്കും കിടക്കാൻ ഇങ്ങനെ അടുത്തടുത്ത്. ഞാൻ നോക്കിയപ്പോ ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെ ഈ കുഞ്ഞു ഉള്ളത്. ദൈവത്തിന്റെ നന്ദിയാണ്. ഞാൻ നോക്കിയപ്പോ കൂട്ടുകാരികളൊക്കെ ചിരിക്കുന്നു, സംസാരിക്കുന്നു. സ്വർഗം മുന്നിൽ ഇറങ്ങി വന്നൊരു ഫീലാണ് സത്യം പറഞ്ഞ എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിലുള്ള പൈശാചി ശക്തി വിട്ടുമാറിയപ്പോ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. അതെ, നിരാശയുടെ ആത്മാവിനെ കർത്താവ് മാറ്റി, കോപപിശാചിനെ മാറ്റി, ആത്മഹത്യ പ്രേരണ ഉളവാക്കുന്ന പൈശാചി ശക്തി മാറ്റി. അത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസത്തെ ക്ലാസ്സിനൊക്കെ ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടാൻ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, എല്ലാരെയും കാണുമ്പോൾ ചിരിക്കും. ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടിയായിരിക്കും ദൈവം എന്നെ കൊണ്ടുപോയി. അതിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ വെച്ച് ദേവദാസന്മാരെ എനിക്ക് വേണ്ടി ദൂത് പറഞ്ഞ് അനേക യൗവനക്കാരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് കർത്താവ് നാളുകളിൽ ഉപയോഗിക്കും. പക്ഷെ ആ ക്യാമ്പിൽ ഇരുന്നപ്പോൾ ആ ദൈവത്തിന്റെ വചനം ഞാൻ ഓർക്കുകയും ആ ദൂത് കർത്താവ് നിവർത്തിക്കുകയും ചെയ്യും. അമേ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 ദിവസം ആരംഭിക്കാനും ക്യാമ്പിൽ പങ്കെടുക്കാനും എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ദേശത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ ഒരു അവസരമാണ്. അപ്പൊ ഞാൻ 3 ദിവസം എങ്ങനെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു സ്വർഗത്തിൽ പോയ ഇതാണ്, രാത്രി ഏത് പകലേതെന്ന് അറിയില്ല. പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. എത്ര സന്തോഷം, പാടി ആടി ആരാധിച്ചു. അല്ലെങ്കിൽ ആ സമയത്തിന് ഭക്ഷണം കിട്ടും, അത് കഴിച്ചുകൊണ്ട് എത്ര സന്തോഷം യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. അതെ, അതുപോലെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരായാലും ഇതുപോലത്തെ ക്യാമ്പുകളോ കൊണ്ടേ മീറ്റിങ്ങുകളോ എന്ത് തന്നെ കിട്ടിയാലും മടി കൂടാതെ പങ്കെടുക്കും. നമ്മയൊക്കെ കർത്താവ് ശുദ്ധീകരിച്ച് സ്വർണ്ണ തീയിലിട്ട് ശോധന ചെയ്ത് അതിനെ ശുദ്ധി ചെയ്ത് എടുക്കുന്നത് പോലെ നമ്മൾ ആരും തികഞ്ഞവരല്ല. നമ്മൾ ആഴ്ന്നാഴ്ന്ന് വചനത്തിലൂടെ താഴോട്ട് പോകുമ്പോഴാണ് ഓരോന്ന് പൊങ്ങി വരും. നമ്മളുടെ ചില സ്വഭാവങ്ങൾ ഇനി എന്തെല്ലാം മാറ്റുന്നത്. നമ്മൾ ഇന്ന് ഭൂമിയിൽ ഇരിക്കുന്നോണ്ട് വിചാരിക്കണം ഞാൻ ഇതുവരെ റെഡിയായി തീരുടെ സ്വന്തത്തിന് കർത്താവ് നിൽക്കാൻ. ഇത്രയും സമയാവസരം തന്ന ദേവദാസന് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഇന്ന് രാവിലെ വരെ ഇവിടെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, എന്റെ ശരീരസുഖം ഇല്ലാത്ത അവസ്ഥയാണ്. എന്റെ കർത്താവ് എനിക്ക് വീട്ടിലെ അനുകൂല സാഹചര്യം ഒരുക്കാൻ ഞാൻ പോകാൻ റെഡിയാണ്. പക്ഷെ ഏകദേശം ഒരു 8:30-ക്ക് ശേഷം ഒരു തീരുമാനം വന്നത് വരാനാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ പദ്ധതി. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണു കേട്ടില്ല, ഒരു ചെവിയായിട്ട് ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ ഓരോ ദിനം എണീക്കുമ്പോ പ്രാർത്ഥിക്കണം, എന്റെ ഇഷ്ടമൊന്നും വേണ്ട അപ്പാ, എന്റെ അപ്പന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ തക്ക സമയം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എനിക്ക് ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം കർത്താവ്